Good morning. Today we are going to take the next theory, that is the Gordans Approach. So Walters and M.M. Modigilani Miller approach is over and we are going to take the Gordans Approach today. So actually let us begin with the Gordans Approach. So Myron Gordon has adopted a model. It's stating that it is also a relevance theory on the lines of Professor Walter. Walter's ഏകദേശം അതേ principles തന്നെയാണ് ഗോർഡനും ഫോളോ ചെയ്യുന്നത്, suggesting that dividends are relevant, highly relevant. Clear? And the dividend decision affects its value. So remember the Gordans theory very well, that the Gordans theory states that the firm has three types: if R is greater than K, if R is equal to K, if R is less than K. And only after determining that we can decide about the dividend issue. അപ്പോൾ ആ ഒരു R greater than K ആണെങ്കിൽ നമ്മൾക്ക് ഗ്രോത്ത് ഫേമായിട്ട് കൺസിഡർ ചെയ്യാം. ഫുള്ള് ഒട്ടും ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിവിഡൻഡ് തീരെ കൊടുക്കാത്ത ഫേംസിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടാവുക. നമ്മൾ 3 കേസും കണ്ടതാണ്. ഏകദേശം അതുപോലെ അതേ ലൈൻസിൽ തന്നെയാണ് ഗോർഡൻ്റെ അപ്രോച്ചും. ഗോർഡൻ എന്ന് പറഞ്ഞ ആൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സുപരിചിതമായിട്ടുള്ള ആളാണ്. ഐ തിങ്ക് in the security analysis while studying the equity valuation you would have studied about Gordon. നമ്മൾ ഇവിടെ അതെ തുടക്കത്തിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിച്ചപ്പോൾ ഗോർഡൻസ് അപ്രോച്ചാണ് നമ്മൾ കൂടുതൽ റെലവെൻ്റ് ആയിട്ട് പഠിച്ചത്. ഏത് തിയറിയാന്ന് ഓർമ്മ ഉണ്ടോ? D0 × 1 + G ഡിവൈഡഡ് ബൈ KE. ആ ഒരു ഡിവൈഡഡ് ബൈ പ്രൈസ് MP എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? അതായത് KE കാണാനുള്ള ഫോർമുല. അത് ഗോർഡൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്, ആ ഒരു ഷെയർ വാല്യുവേഷൻ മോഡൽ. ക്ലിയർ? അത് തന്നെ സെക്യൂരിറ്റീസിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. സോ ഇയാൾ പറയണത് എന്താ വെച്ചാൽ ഡിവിഡൻഡ് ഡിസിഷന് ഫേംസിൻ്റെ വാല്യൂ ആയിട്ട് നല്ല റിലേഷൻ ഉണ്ട്. ക്ലിയർ? സോ നമ്മൾ ബേസിക് ആയിട്ടുള്ള അസംഷൻസ് ആണ് പറയണത്. ഓൾ ഇക്വിറ്റി, വെറും ഇക്വിറ്റി മാത്രമേ ഉള്ളൂ, ഡെപ്റ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഇവിടെയും. നോ എക്സ്റ്റേണൽ ഫിനാൻസിങ് ഇസ് യൂസ്ഡ്. റീറ്റെയിൻ ഏർണിങ്സ് റെപ്രസെൻറ്റ് ദ ഓൺലി സോഴ്സ് ഓഫ് ഫിനാൻസിങ്. അതായത് നമ്മളെപ്പോഴും പറയില്ലേ, വേറൊരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസിങ്ങിനല്ല പോണത് കമ്പനി റീറ്റെയിൻ ഏർണിങ്സ് മാത്രമായിട്ടാണ് ഗ്രോത്ത് പ്ലാൻ ചെയ്യണത് എന്നാണ് ഒരു ബേസിക് ആയിട്ടുള്ള അസംഷൻ. ദ ആർ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദ ഫേംസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ആർ ഇസ് കോൺസ്റ്റൻറ്റ് ഹിയർ. ഇവിടെ റീറ്റെൻഷൻ റേഷ്യോനാണ് ഈ തിയറിയിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? സോ റീറ്റെൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ബി എന്ന് പറഞ്ഞ വേരിയബിളിനെയാണ്. ആ ബി ഒരിക്കൽ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ? ഗ്രോത്ത് റേറ്റ് ആണ് അടുത്ത ഒരു പോയിന്റ് ഉള്ളത്. ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് BR ആണ്. ദാറ്റ് ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ് ഹിയർ. സോ B ഈസ് കോൺസ്റ്റൻറ്റ്, R ഈസ് കോൺസ്റ്റൻറ്റ്, BR ഈസ് കോൺസ്റ്റൻറ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ദ ഫേം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രോത്ത് റേറ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴും കോൺസ്റ്റൻറ്റ്. K എന്ന് പറഞ്ഞ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. R എന്ന് പറഞ്ഞ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. B എന്ന് പറഞ്ഞ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. BRും എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇതൊരിക്കലും ഇൻ റിയൽ സെൻസ് ദിസ് വിൽ നോട്ട് വർക്ക് ഔട്ട്. ക്ലിയർ ആണോ? അപ്പോൾ K ഈസ് ഗ്രേറ്റർ ദാൻ BR. അപ്പോൾ K എന്ന് പറഞ്ഞത് എപ്പോഴും കോൺസ്റ്റൻറ്റും ആണ്. അത് ഈ ഒരു റീറ്റെൻഷൻ റേഷ്യോ ആൻഡ് ഗ്രോത്ത് റേറ്റ്, ഈ ഒരു ഗ്രോത്ത് റേറ്റിനേക്കാളും ഹയർ ആയിരിക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതാണ് ഒരു ബേസിക് അസംഷൻസ് ആട്ടോ. ആൻഡ് നെക്സ്റ്റ് ഇസ് ഫേം ഹാസ് പെർപെക്ച്വൽ ആയിട്ടുള്ള ലൈഫ് സ്പാൻ ഉണ്ട്. പെർപെക്ച്വൽ ആയിട്ടുള്ള ലൈഫ് ഉണ്ട് ഫേമിന്. അതാണ് അടുത്ത പോയിന്റിൽ പറയണത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ കോർപ്പറേറ്റ് ടാക്സസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള അസംഷൻസ് ആട്ടോ. ടാക്സ് ഇല്ല. ഇനി ഗോർഡൻ പ്രകാരം നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ, ഗോർഡൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ സെക്യൂരിറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവും. P is equal to D1 divided by 1 plus K plus D2 divided by 1 plus K plus D3 divided by, it gets repeated. Clear? Till the end. അങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ. ഇത് ഈക്വലൈസ് ചെയ്യണം. ആ ഒരു ഗോർഡൻ്റെ ബേസിക് ഇവാലുവേഷനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള തത്വം വാൾട്ടറിൻ്റെ പഠിച്ച പോലെ സെയിം ഫോർമുലേനെ ഡിറൈവ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു D1 ഡിവൈഡഡ് ബൈ MP പ്ലസ് G, ഇതായിരുന്നു ഫോർമുല നമ്മൾ പഠിച്ചത് അല്ലേ? K is equal to
ഇനി കെയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ജി ഇപ്പുറത്തെ സൈഡിലേക്ക് പോവും, മൈനസ് ആവും. ക്ലിയർ? കെയിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും പറയാം അവസാനം എത്തുന്ന ഫോർമുല d0 × 1 + g ഡിവൈഡ് ബൈ ke - g. ഇതാണ് ബേസിക് വാല്യുവേഷൻ ഫോർമുല. പക്ഷെ നമ്മൾ ഡിവിഡൻഡ് തിയറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. P = E × 1 - b ഡിവൈഡഡ് ബൈ ke - br. ക്ലിയർ ആണോ? ഡിവൈഡഡ് ബൈ ke - br. ke - br എന്ന് പറഞ്ഞ ഫോർമുലയാണ് അവിടെ ക്ലിയർ ആയിട്ട് നിൽക്കുന്നത്. So the basic evaluation of Gordon is explained here, can be simplified as under. So see this is the formula, E × 1 - b. Let me tell you what is E here. Clear? So the price of the shares, P is the price of the shares, E is the earnings per share, B is the retention ratio. So remember, it is the retention ratio which is more important here. K is the cost of equity capital. ശരിക്കും ഒരു ഫോർമുല അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. BR = G, ഗ്രോത്ത് റേറ്റ് ആണ്. ഗ്രോത്ത് റേറ്റ് ഇൻ R. ക്ലിയർ? BR എന്ന് പറഞ്ഞാൽ BR = G ആണ്. അതായത് ഗ്രോത്ത് റേറ്റ് ഇൻ R. R × ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേഷൻ പാർട്ടിൽ പറയുമ്പോൾ പറയാം. ഇതാണ് ഫോർമുല. ദിസ് ഇസ് ദ ഫോർമുല ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി വെൻ യു കാൽക്കുലേറ്റ് ഫോർ ദ ഗോർഡൻസ് ഇവാലുവേഷൻ. E × 1 - b. ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ വോൾട്ടറും ഗോർഡനും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ വോൾട്ടറിൽ എന്താ ചെയ്തിരിക്കുന്നത്, അവിടെ ആറും കെയും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. റീറ്റൻഷൻ റേഷ്യോന് ഇമ്പോർട്ടൻസ് ഇല്ല. വോൾട്ടറിൻ്റെ ഫോർമുലയിൽ ഡി ആണ് ഇമ്പോർട്ടൻറ്റ്, ഡിവിഡൻറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഡിവിഡൻറ്റ് ആണ് തിയറിയിലുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഡിവിഡൻറ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് റീറ്റൻഷൻ റേഷ്യോ. കാരണം എത്ര റീറ്റെയിൻ ചെയ്ത് വെക്കണു എന്നുള്ളതാണ്. ഇവിടെ ഒരിക്കൽ പോലും ഡി എത്രയെന്നുള്ളത് പറയുന്നില്ലല്ലോ. പക്ഷേ ഡി അല്ലാത്തതാണല്ലോ ബി. അതാണ് ക്ലിയർ ആവേണ്ടത്. കാരണം രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയണത്. അവിടെ വോൾട്ടർ ഡി എടുത്തതുകൊണ്ട് ഇവിടെ ഗോർഡൻ അത് എക്സ്പ്ലെയിൻ ചെയ്യണത് റീറ്റൻഷൻ റേഷ്യോ വെച്ചിട്ടാണ്. അപ്പോൾ റീറ്റൻഷൻ റേഷ്യോയും ഗ്രോത്ത് റേറ്റും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് BR അവിടെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ? സമ്മറൈസ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെയാണ് പറയണത്. അതായത് നമ്മൾ ഇഫ് R is greater than K, 3 സിറ്റുവേഷൻ സെയിം ഗോർഡൻ്റെ സെയിം സിറ്റുവേഷൻ തന്നെ, അല്ല വോൾട്ടറിൻ്റെ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും പറയണത്. ഇഫ് ദ റേറ്റ് ഓഫ് റിട്ടേൺ is greater than the required rate of return, that is R is greater than K. ആറിനേക്കാളും വലുതാണ് K എന്ന് വെച്ചാൽ എങ്ങനെ പറയണത്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കുറയ്ക്കണം. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കുറച്ചാൽ മാത്രമേ പ്രൈസ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യുള്ളൂ. അതായത് ഗ്രോത്തിനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ശരിക്കുള്ള റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മളുടെ ഫേം ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കണം. ദാറ്റ് ദ ഫേം നീഡ് നോട്ട് പേ ഡിവിഡൻറ്റ്. 0 ഡിവിഡൻറ്റ്, മാക്സിമം സ്മോളർ ഡിവിഡൻറ്റ് ആണ് ഷുഡ് റീറ്റെയിൻ മാക്സിമം ഏർണിങ്സ്. മാക്സിമം റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ടാവണം. ക്ലിയർ? ആൻഡ് സെക്കൻഡ് കേസ് ഇസ് ദാറ്റ് വെൻ R is equal to K. R is equal to K എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇംപ്ലിക്കേഷൻസ് തന്നെ വരുന്നത്, ഫോർമുലയിൽ മാത്രമേ ചെറിയൊരു ചേഞ്ച് ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് വെൻ R is less than K. R ലെസ് ദാൻ K ആവുമ്പോൾ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കുറവാണ്. ഫേമിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ ഡിവിഡൻറ്റ് കൊടുക്കണേലാണ്. ഡിവിഡൻറ്റ് കൊടുക്കുന്നത് കൂട്ടണം, പിന്നെ അവിടെ റീറ്റെൻഷൻ റേഷ്യോ കുറയ്ക്കണം. ഇതാണ് ഗോർഡൻസ് ബേസിക് ഇവാലുവേഷൻ മോഡൽ. ആൻഡ് ടുമോറോ വി ഷാൽ ഡു ദ പ്രോബ്ലം. ക്ലിയർ?